ഹലോ, ഇന്ന് ഞാനൊരു ചെറിയ വ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സെപ്റ്റംബർ 15-ന് കോട്ടക്കല്ലിൽ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് തലേന്ന് തന്നെ മലപ്പുറത്തേക്ക് കാറിലൂടെയാണ് പോകുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂരിൽ നിന്നാണ് ഡിന്നർ കഴിച്ചത്. അതിനൊപ്പം തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മലപ്പുറം ഒരു മോർണിംഗ് 3 ആകുമ്പോഴാണ് എത്തിയത്. ഞങ്ങൾ എന്നിട്ട് ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോൾ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് എത്തി. ക്യൂൺസ് ടെക് വ്ലോഗേഴ്സ് മീറ്റ് പ്രൊജക്റ്റ് ടിക്സിൻ്റെ ഈ സെമിനാർ കോട്ടക്കൽ പാലക്ക് ആയുർവേദ റിസോർട്ടിലാണ് നടന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾ ഒരുപാട് നേരം മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവരെ അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സാണ് പ്രൊജക്റ്റ് ടിക്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സുകളാണ് ഇതെല്ലാം. ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ടിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടിയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വലുതായാലും ചെറുതായാലും അത്യാവശ്യം മൊബൈൽ ഫോൺസിൽ തന്നെയാണ്. അപ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ പ്രൊജക്റ്റ് ടിക്സ് എൻ്റെ കിറ്റ് നല്ല യൂസ്ഫുള്ളാണ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫി ടിപ്സും ഒക്കെ ഉള്ള ഒരു സെമിനാറായിരുന്നു മുനീർ ബാബു സാർ പ്രസൻറ്റ് ചെയ്തത്. ഒരു ഉച്ചയാകുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വേദിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൽ ചെയറൊക്കെ നടത്തി. പിന്നീട് ഉമ്മാൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഉമ്മാൻ്റെ ചെക്കപ്പുകാർ ടീമിലെ ഫ്രണ്ട്സാണ്. പിന്നെ ഉമ്മാക്ക് മൊമെൻറ്റോയും കിട്ടിയിട്ടുണ്ട്. പ്രൊജക്റ്റ് ടിക്സ് സ്പോൺസർ ചെയ്ത മൊമെൻറ്റോ ആണിത്. ഇത് പ്രൊജക്റ്റ് ടിക്സിൻ്റെ കുട്ടികൾക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ കിറ്റാണ്. ഇതിൽ ഒട്ടനവധി കമ്പോണൻസ് ഒക്കെ ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ പ്രൊജക്ട്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കിറ്റിൽ റിയൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഓൺലൈനായിട്ട് ഈ കിറ്റ് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഈ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കമ്പോണൻസ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവർ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സദ്യ എന്ന് പറയാൻ പറ്റില്ല, ഇതിൽ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബീച്ചിലേക്ക് പോയി. ഞാൻ ബീച്ചിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മറന്നുപോയി. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ നേരെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവർ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് തിരിച്ച് വരാണ്.